ഇഷയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പൊസിഷനുകൾ, അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയാൻ ഉള്ളതല്ല, വോളണ്ടിയർഷിപ്പിലാണെങ്കിലും കൂടുതൽ പേരും സ്ത്രീകളാണ് കൂടുതൽ ഉള്ളത്. ആ ഒരു പ്രത്യേകിച്ചും സ്ത്രീകളെ പറ്റി ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ തന്നെയും കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും, വോളണ്ടിയർ ആകാനും പൂർണ്ണാംഗയാകാനും ഒക്കെ ഇതുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഇതൊക്കെ ഒരു മറികടന്ന് ഇത്രയും പേർ ഇഷയിൽ ഉള്ളത്? പ്രത്യേകിച്ചും യുവതികൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുന്ന ആളെന്നുള്ള നിലയിൽ എന്താണ് അതിൽ പറയാനുള്ളത്? Sadhguru has never looked at us as a woman or a man. Sadhguruna angantoru idella. It is just chale positions, chale jobs in a certain people with certain qualifications or skills are needed. അത് മാത്രമേ നോക്കുള്ളൂ. ആൻഡ് ഇവിടെ എത്രയോ ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഒരു ബേസിക് എഡ്യൂക്കേഷൻ അല്ലോ, എനിക്കിപ്പോൾ സ്പെസിഫിക് വലിയ സ്കിൽസും ഒന്നുമില്ല. ബട്ട് ഇവിടെ നമുക്കൊരു വില്ലിങ്നെസ്, നമുക്ക് ശരി എനിക്കറിയില്ല പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഐ ജസ്റ്റ് ജമ്പ് ഇൻ ടു ഇറ്റ് ആൻഡ് അതൊരു റോളർ കോസ്റ്ററാണ്. പക്ഷെ അതിൽ എത്രയോ മോസ്റ്റ് ഓഫ് അസ് ഹിയർ, മെനി ഓഫ് അസ് ആർ ലൈക്ക് ദാറ്റ്. ഞങ്ങൾക്ക് വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ എക്സ്പോജറോ ഇല്ലെങ്കിലും എങ്ങനെയോ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ ഈ ഓർഗനൈസേഷനിൽ വി ആർ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻസ്, അത് സദ്ഗുരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അത് ആൾക്കാരോ ലേഡിയോ ജെൻസോ അത് പ്രാധാന്യമല്ല. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങളുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, അതും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ വില്ലിങ് ആണോ, ശരി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ട് വെച്ചാൽ നിങ്ങൾ വരൂ, we will take your support. It's like that. So അങ്ങനത്തെ it's a very free atmosphere where I have never felt that I am a woman here. പുറത്ത് പോയാൽ ചിലപ്പോൾ because of the way people look എനിക്ക് തോന്നും you are a lady. അതെ, ആശ്രമിൽ അത്രയും ഒരു സേഫ് സ്പേസ് ആണ്. ആരും ഇവിടെ വന്നിട്ട് they don't see you as a woman. ആ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഞാൻ യൂസ് ടു ആയി ഇവിടെ ജീവിച്ചിട്ട്. കുറേ അനുഭവങ്ങളുണ്ടാവുമല്ലോ ഈ വോളണ്ടിയേഴ്സ് പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നാൾ വന്നിട്ട് പോകുമ്പോഴൊക്കെ പറയാറുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പേഴ്സണൽ കുറേ ഒരു സിറ്റുവേഷൻ, അവർക്ക് ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് വോളണ്ടിയറിങ്ങിനൊന്നും ഫാമിലിയിൽ നിന്ന് വരാൻ സമയമില്ല. പ്ലസ് സിറ്റുവേഷനും അങ്ങനെയല്ല, എങ്ങനെയൊക്കെയോ വന്നു. പക്ഷെ വന്നപ്പോഴും അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ആയിരുന്നു. അങ്ങനെ ഈവൻ ഹർ സ്റ്റേ ഹിയർ വാസ് നോട്ട് കംഫർട്ടബിൾ. സോ ഞാൻ മീറ്റ് ചെയ്തു. ഞങ്ങൾ ആദ്യത്തെ കോൺവെർസേഷനിൽ ഷീ ബ്രോക്ക് ഡൗൺ. എന്താണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ, എന്താ എനിക്കൊന്നും ശരിയാവാത്തത്. ഞാൻ പറഞ്ഞു ശരി, ദർ ഇസ് സം സിറ്റുവേഷൻ, എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഹെൽത്ത് എവിടെ വേണമെച്ചാലും ചിലപ്പോൾ ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് കഴിയണത് ചെയ്യാം. ലേഡി പറയുന്നില്ല, എനിക്ക് ഈ പ്രോഗ്രാമിന് വോളണ്ടിയർ ചെയ്യാനായിരുന്നു, ഇത് ചെയ്യാനായിരുന്നു, അത് എല്ലാവരും എത്ര ചെയ്യേണ്ടത്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് സംതിങ്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു ആർ. അതാണ് സദ്ഗുരു എപ്പോൾ നോക്കിയാലും പറയാം. സോ വേറെവർ യു ആർ, യു ബി ഇൻവോൾവ്. എന്താണ് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാം, എന്താണ് ചെയ്യാൻ കഴിയാത്തത് നമ്മളുടെ ഹെൽത്തിന് അനുസരിച്ച് നമ്മൾ ചെയ്യാം. ആൻഡ് ഷീ ജസ്റ്റ് ഫോളോഡ് ദാറ്റ് ആൻഡ് ഷീ എക്സ്റ്റെൻഡ് ഹെർ സ്റ്റേ. ഹെൽത്ത് ഐ യൂസ് ടു ചെക്ക് ഓൺ ഹെർ, ഓക്കെ ആണോ അല്ലേ, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഐ എം ഫീലിംഗ് ബെറ്റർ, എന്നാലും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്ലോലി ഷീ എക്സ്റ്റെൻഡ് ഹെർ സ്റ്റേ, ഫാമിലീനെ മാനേജ് ചെയ്യാൻ സഹായിച്ചു. ആൻഡ് പോയി ഷീ ഡിസൈഡഡ് ടു ബി ഹിയർ fully in spite of all her challenges. So അവർ ഷെയർ ചെയ്തതാണ്. when I came, എനിക്ക് വെറും പ്രോബ്ലംസ് അല്ലോ, എൻ്റെ ഉള്ളിലും പ്രോബ്ലംസാണ്, പുറത്തും പ്രോബ്ലംസാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എൻ്റെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ് ഹസ് ചേഞ്ച്. എനിക്ക് പ്രോബ്ലംസ് അല്ല, എനിക്ക് സൊല്യൂഷൻസ് അല്ലോ, എൻ്റെ ഉള്ളിലും സൊല്യൂഷൻസാണ്, പുറത്തും സൊല്യൂഷൻസാണ്. അങ്ങനത്തെ ഒരു ഷെയറിങ് ഉണ്ടായി.